അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ച് തന്നെ ഞാനിങ്ങനെ എൻ്റെ ബ്രദറിന്, ഞാൻ CSA കുടുംബത്തിലെ അംഗമാണ്. എന്നെ കല്യാണം കഴിച്ചത് കാത്തലിക്കിലേക്കാണ്. അപ്പം പിന്നെ വീട്ടിൽ ആർക്കും മാതാവിൽ വിശ്വാസം ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നമുക്ക് പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ബ്രദറും വൈഫും കുട്ടികളും എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ ഉപ്പും തൈലവും കൊടുത്തിട്ട് പറഞ്ഞു, ഭക്ഷണത്തിലും വെള്ളത്തിലും എല്ലാം ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ശേഷം 18-ാം തീയതി സർജറി കഴിഞ്ഞു. ഹൈ റിസ്ക് കൺസെൻറ്റിലാണ് സർജറി ചെയ്ത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ICUയിലേക്ക് മാറ്റി പിറ്റേ ദിവസം ഞങ്ങൾ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഉടമ്പടി തൈലവും കാശുരൂപവും കൊണ്ടുപോയി കൊടുത്ത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉപ്പ് ഒരു തുള്ളി നാവിലിട്ട് കൊടുക്കുകയും മാതാവിൻ്റെ ഒരു കാശുരൂപം അവിടെ ഡ്രസ്സിൽ കുത്തിവെക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ സിസ്റ്ററോട്, വാർഡിലുള്ള ഡ്യൂട്ടി സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ ഡ്രസ്സ് മാറ്റുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴത്തേക്ക് ഈ കാശുരൂപം ഈ ഡ്രസ്സിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 5-ാമത്തെ ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്ന് ഇനി അടുത്തത് നമ്മുടെ ബയോപ്സിയുടെ റിപ്പോർട്ടാണ് വരേണ്ടത്. അങ്ങനെ 14-ാമത്തെ ദിവസം ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞ് റിസൾട്ട് നോക്കുമ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ വീട്ടിൽ എനിക്ക് മാത്രം വിശ്വാസമുണ്ട് ഇത് നെഗറ്റീവ് ആകുമെന്ന്, ബാക്കി ആർക്കും ഒരു വിശ്വാസവും ഇല്ല. കാരണം ഞാൻ കൃപാസനത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും എൻ്റെ ബ്രദർ പറയും, പത്രം തിന്നാൻ പോവുകയാണെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അമ്മ എന്താണെങ്കിലും ഇത് നെഗറ്റീവ് തന്നെ തരുമെന്ന്. അങ്ങനെ ആ റിസൾട്ട് അങ്ങനെ നെഗറ്റീവായതിനു ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂരുള്ള മെഡിക്കൽ കോളേജിൽ എല്ലാ ഓൺകോളജിസ്റ്റിനെയും റിപ്പോർട്ട് കാണിച്ചു. എല്ലാവരും നെഗറ്റീവാന്ന് പറഞ്ഞു. സർജറി ചെയ്ത ഡോക്ടർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടർ സജീവ് എന്ന് പറഞ്ഞ റേഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ സജീവ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്ത് ബുക്കും വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ ഞങ്ങളുടെ റിസൾട്ടുകളൊന്നും തന്നെ നോക്കാതെ തന്നെയാണ് ഈ ബുക്ക് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞത്. വന്നു കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്തിരുന്ന് നോക്കുമ്പോൾ നെഗറ്റീവാണ് റിസൾട്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു, ബുക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പോൾ എൻ്റെ നാത്തൂന് ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ നിൽക്കുന്നു. ഈശോയും മാതാവും തന്ന എൻ്റെ കുടുംബത്തിന് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി അറിയുന്നു. ഇനി ശരീരത്തിൽ രോഗാണുക്കളൊന്നുമില്ല, ഇപ്പോൾ ഒരു മരുന്നും ഇതുവരെ എടുക്കുന്നില്ല, ഇനി ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുശേഷം ചെക്കപ്പ് നടത്തി ഒരു കുഴപ്പവും ഇല്ലാതെയാണ് ഇപ്പം നിൽക്കുന്നത്. ഈശോയും മാതാവും തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീജ.